ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സ്ക്വാഷാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാം സുലഭമായി കിട്ടുന്ന ചെമ്പരത്തി കൊണ്ടാണ് ഈ സ്ക്വാഷ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പൂവാണ് ചെമ്പരത്തി. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ ശരീരത്തിൽ ചൂട് കുറയ്ക്കാനും സഹായിക്കും. പിന്നെ ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല, ബാക്കി നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 20 ചെമ്പരത്തി പൂവാണ്. 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തി പൂവാണ് ഇതിന് യൂസ് ചെയ്യുക. പഞ്ചസാര 1/2 കപ്പ്, വെള്ളം 2 ഗ്ലാസ്, അല്പം കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, ഇത് ഓപ്ഷണലാണ്. 4 ഗ്രാമ്പൂ, ഇതും ഓപ്ഷണലാണ്, കാരണം ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ചെറുനാരങ്ങ 1. നമുക്ക് ചെമ്പരത്തിയുടെ ഇതള് മാത്രമേ ആവശ്യമുള്ളൂ, അതുകൊണ്ട് അത് വേർതിരിച്ചെടുക്കാം. ഇങ്ങനെ ഇതളൊക്കെ വേർതിരിച്ചതിന് ശേഷം ചെമ്പരത്തി പൂവൊന്ന് കഴുകിയെടുക്കുക. ഇനി ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഇപ്പോൾ നന്നായി അലിഞ്ഞ് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്പരത്തിയെല്ലാം ചേർക്കുക. ചെമ്പരത്തി ഇതുപോലെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം വെള്ളത്തിൻ്റെ കളർ അപ്പോൾ തന്നെ ചേഞ്ചായി വരും. ഇപ്പോൾ ഒരു പിങ്ക് കളറായിട്ടുണ്ട്. ഇതിലേക്കിനി ഗ്രാമ്പു ചേർക്കുക. ഇത് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ ബോയിൽ ചെയ്യുക. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു അരിപ്പ കൊണ്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുത്ത് അല്പനേരം നമുക്കിത് തണയാൻ വെക്കാം. തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു 1 മന്തൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ആവശ്യമുള്ള സ്ക്വാഷ് ഒഴിക്കുക. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ക്വാഷിൻ്റെ പിങ്ക് കളർ ചേഞ്ചായി ഇപ്പോൾ റെഡ് കളറായിട്ടുണ്ട്. കളറ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ചേർക്കുക. നിങ്ങൾ എത്ര എമൗണ്ട് ആണോ സ്ക്വാഷ് എടുക്കുന്നത് അതേ എമൗണ്ടിൽ തന്നെ വെള്ളം ചേർക്കുക. ഞാനിവിടെ ഗ്ലാസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കുക. ഈ സ്ക്വാഷ് വൈറ്റമിൻ റിച്ച് ആയതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.